നാട്ടിൽ പോകാനുള്ള ഷോപ്പിങ്ങിൻ്റെ ബാക്കി വിശേഷങ്ങളാണ്. സീഫ് മാളിലെ ഷോപ്പിംഗ് അവസാനിപ്പിച്ച് പിന്നെ നേരെ സിറ്റി സെൻറ്ററിൽ വന്നിട്ട് അവിടെ നമ്മുടെ ഷോപ്പിംഗ് പരിപാടികൾ വീണ്ടും തുടങ്ങി. ഇവിടെയും ഒരുപാട് ഷോപ്പിൽ നമ്മൾ കയറി ഇറങ്ങിയിട്ടോ, ഷൂ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സാറയിൽ കയറി അവിടുന്ന് ഡ്രസ്സൊക്കെ നോക്കി. ഈ ഷർട്ട് അടിപൊളിയല്ലേ, ഏട്ടൻ ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വില അത് എടുക്കാൻ നമ്മളെ സമ്മതിച്ചില്ല. പിന്നെ അവസാനമായിട്ട് ഞങ്ങൾ അവിടുത്തെ STCയിലൂടെ കയറി ശരത്തിന് സിമ്മിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ശരിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഫോണും വാച്ചും ഐപാഡും ഒക്കെ നോക്കിയിട്ടോ. ഇതിങ്ങനെ വെറുതെ നോക്കണമെന്നല്ല, ഒരു ഫോൺ എടുക്കണം എന്നുള്ള വിചാരത്തോട് കൂടിയിട്ടുള്ള നോട്ടൊക്കെയാണ്. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പിന്നെ പറയാം. ഇതോട് കൂടിയിട്ട് സിറ്റി സെൻറ്ററിൽ ഉണ്ടായിരുന്ന ഷോപ്പിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് മനാമ ഗില്ലിയിലേക്കാണ്. നാട്ടിൽ പോകുമ്പോൾ വേറെ എന്ത് വാങ്ങിയില്ലെങ്കിലും മെയിനായിട്ട് വാങ്ങേണ്ട സംഭവമാണ് ചോക്ലേറ്റ്സ്, അതുപോലെ തന്നെ കുറച്ച് നട്ട്സും. അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മനാമ ഗില്ലിയിലേക്ക് വന്നത്. ഇവിടെ ആകുമ്പം റേറ്റും കുറവാണ്, കുറേ വെറൈറ്റി ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടും ചെയ്യും. ഞങ്ങളിപ്പോൾ നാട്ടിൽ പോകുകയാണെങ്കിലും ഇവിടുന്നാണ് കേട്ടോ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങാറ്. നടുക്ക് ചെറിയൊരു റോഡും രണ്ട് സൈഡിലും നിറയെ കടകളുമാണ്. ഡ്രസ്സസും ബാഗും ഫാൻസി ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്, സ്പൈസസ്, ചോക്ലേറ്റ്സ്, സ്വീറ്റ്സ്, അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. പിന്നെ ഇവിടെ ചോക്ലേറ്റ് വാങ്ങാൻ വരുമ്പം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, നമുക്ക് എല്ലാ ചോക്ലേറ്റ്സും ഇങ്ങനെ കഴിച്ച് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. പക്ഷേ ഇപ്രാവശ്യം അത് പറ്റൂലായിരുന്നു, കാരണം നോമ്പല്ലേ. അപ്പോൾ പകൽ സമയത്ത് പുറത്ത് നിന്നിട്ട് ആര് ഫുഡ് കഴിച്ചാലും നല്ലൊരു സംഖ്യ ഫൈന് വരുവേ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറേ നട്ട്സും ചോക്ലേറ്റ്സും ഡേറ്റ്സും പിന്നെ പേനയുടെ പാക്കറ്റ്സ് അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് ബില്ല് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. അത് ഇനി ലുലുലും പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാനുള്ള ത്രാണി എനിക്കുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും നല്ലോണം ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വീഡിയോസ് ഒന്നും പിന്നെ എടുത്തില്ല. അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി കുറച്ച് പെർഫ്യൂംസ് വാങ്ങാനും ഗോൾഡൻ കളക്ഷൻ പെർഫ്യൂംസിൽ പോകണം. അതിന് പിന്നെ ഒരു സംഭവം.